ഐനോക്സ് വിൻഡ് ലിമിറ്റഡ്. ഐനോക്സ് വിൻഡ് ലിമിറ്റഡ് ഒരു ഇന്ത്യൻ കാറ്റാടി ഊർജ്ജ സേവന ദാതാവാണ്. ആസ്ഥാനം ഇന്ത്യയിലെ നോയിഡയിലാണ്. കൂടാതെ ഐനോക്സ് ഗ്രൂപ്പിന്റെ ഒരു ഉപസ്ഥാപനവുമാണ്. ഐനോക്സ് വിൻഡ് ലിമിറ്റഡ് വിൻഡ് ടർബൈൻ ജനറേറ്ററുകൾ നിർമ്മിക്കുന്നു. കൂടാതെ കാറ്റാടി വിഭവ വിലയിരുത്തൽ, സൈറ്റ് ഏറ്റെടുക്കൽ, അടിസ്ഥാന സൗകര്യ വികസനം, കമ്മീഷൻ ചെയ്യൽ, ദീർഘകാല പ്രവർത്തനങ്ങൾ, കാറ്റാടി ഊർജ്ജ പദ്ധതികളുടെ പരിപാലനം തുടങ്ങിയ സേവനങ്ങൾ നൽകുന്നു. ബിസിനസ് ടുഡേയുടെ 2015 ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള 500 കമ്പനികളുടെ പട്ടികയിൽ കമ്പനി 167 സ്ഥാനത്താണ്. General information. Technical performance. Shareholding. Technical levels. 65 കോടിയുടെ നഷ്ടത്തിൽ നിന്ന് 50 കോടി രൂപ ലാഭം നേടിയ കമ്പനിയാണ് ഐനോക്സ് വിൻഡ്. ശക്തമായ ഒരു ഓർഡർ ബുക്ക്, ശക്തമായ നിർവഹണശേഷി, സാങ്കേതിക സന്നദ്ധത, അറ്റ പലിശരഹിത കടം എന്നിവയാൽ ഐനോക്സ് വിൻഡ് അതിന്റെ വളർച്ചയുടെ ആക്കം കൂട്ടാൻ മികച്ച സ്ഥാനത്താണ്. ഐപിപികൾ, യൂട്ടിലിറ്റികൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കോർപ്പറേറ്റ് നിക്ഷേപകർ എന്നിവയ്ക്ക് സേവനം നൽകുന്ന ഇന്ത്യയിലെ പ്രമുഖ കാറ്റാടി ഊർജ്ജ പരിഹാര ദാതാവാണ് ഐനോക്സ്. 9 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ളതും പ്രാഥമികമായി രാസവസ്തുക്കളും പുനരുൽപ്പാദിപ്പിക്കാവുന്ന ഊർജ്ജവും $8 ബില്യൺ ഐനോക്സ് ഗ്രൂപ്പിന്റെ ഭാഗമാണ്. ഐനോക്സിന്റെ അനുബന്ധ സ്ഥാപനമായ ഐനോക്സ് ഗ്രീൻ എനർജി സർവീസസ് 3.2 ജിഗാവാട്ടിന്റെ ശക്തമായ പോർട്ട്ഫോളിയോയും മുന്നോട്ടുള്ള മൾട്ടിഫോൾഡ് വളർച്ചാ പാതയുമുള്ള ഇന്ത്യയിലെ ഏക ലിസ്റ്റഡ് വിൻഡ് O&M സേവന കമ്പനിയാണ്. ഓഹരിവില കുതിക്കുന്നു. ഇലക്ട്രിക് എക്വിപ്മെന്റ് വിഭാഗത്തിൽ ബിസിനസ് ചെയ്യുന്ന വിൻഡ് ടർബൈൻ ജനറേറ്ററുകളുടെ നിർമ്മാണം, വിൻഡ് എനർജി സൊല്യൂഷനുകൾ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്മാൾ ക്യാപ് കമ്പനിയാണ് ഐനോക്സ് വിൻഡ്. 2024 ജൂൺ പാദത്തിൽ കമ്പനി മികച്ച ബിസിനസ് പ്രകടനമാണ് നടത്തിയിരിക്കുന്നത്. അറ്റാദായത്തിൽ നഷ്ടത്തിൽ നിന്ന് നേട്ടത്തിലെത്തിയതിനൊപ്പം തൊട്ടുമുമ്പത്തെ വർഷത്തെ അപേക്ഷിച്ച് ആകെ വരുമാനം 83% ഉയർന്ന് 639 കോടി രൂപയിലെത്തി. ഇതേ കാലയളവിൽ 35 കോടിയിൽ നിന്ന് 157 കോടിയായി ഉയർന്നു. പാദ അടിസ്ഥാനത്തിൽ താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ അറ്റാദായം 35%, വരുമാനം 21% എന്നിങ്ങനെ ഉയർന്നു. 2024 വർഷത്തിൽ ഇതുവരെ ഈ ഓഹരി ഏകദേശം 65% നേട്ടമാണ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിൽ 221% മൾട്ടിബാഗർ നേട്ടവും നൽകിയിട്ടുണ്ട്. പോയ 6 മാസത്തിൽ ഏകദേശം 280% ലാഭം നൽകി. മികച്ച ക്വാർട്ടർ 1 റിസൾട്ട്. ഐനോക്സ് വിൻഡ് ക്വാർട്ടർ 1 2025 ഫലങ്ങൾ കമ്പനിയുടെ അറ്റാദായം 50 കോടി രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷം ഇതേ പാദത്തിലെ 65 കോടി നഷ്ടവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഗണ്യമായ ഒരു വഴിത്തിരിവ് കാണിച്ചു. വാർഷിക വരുമാനം 83% വർദ്ധിച്ച് 638 കോടി രൂപയായി. മെച്ചപ്പെട്ട പ്രവർത്തനക്ഷമത പ്രതിഫലിപ്പിക്കുന്ന എബിറ്റിഡയിലും കമ്പനി മെച്ചപ്പെടുത്തലുകൾ കണ്ടു. ഈ ശക്തമായ പ്രകടനം വിപണിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. ഈ ഫലങ്ങൾക്ക് പ്രതികരണമായി സ്റ്റോക്ക് ശ്രദ്ധേയമായ കുതിച്ചുചാട്ടത്തിന് സാക്ഷ്യം വഹിക്കുന്നു. ശക്തമായ ഓർഡർ ബുക്ക്. 2024 ജൂൺ പാദത്തിൽ കമ്പനിയുടെ ഓർഡർ ബുക്കിലും വർധനയുണ്ട്. കഴിഞ്ഞ വർഷം ജൂൺ പാദത്തിൽ 825 മെഗാവാട്ട് എന്ന തോതിൽ നിന്ന് ഇക്കഴിഞ്ഞ 2024 ജൂൺ പാദത്തിൽ 2917 കോടി എന്ന നിലയിലേക്ക് 254% ഉയർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. പ്രൊമോട്ടർമാർ സമാഹരിച്ച 900 കോടി രൂപ ഐനോക്സ് വിൻഡിനെ ഒരു നെറ്റ് ക്യാഷ് കമ്പനി ആക്കി മാറ്റി. എവർ റെന്യൂവിൽ നിന്ന് 51 മെഗാവാട്ട് ഉപകരണ വിതരണ ഓർഡർ ലഭിച്ചതായി കമ്പനി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഐനോക്സ് വിൻഡിന്റെ ഓഹരികൾ റെക്കോർഡ് ഉയരത്തിലെത്തി. കമ്പനിക്ക് അതിന്റെ 3 മെഗാവാട്ട് ക്ലാസ് WTGകൾക്കായി ഒരു ഓർഡർ ലഭിച്ചു. കൂടാതെ പോസ്റ്റ് കമ്മീഷനിംഗ് മൾട്ടി ഇയർ O&M സേവനങ്ങളും നൽകും. ഉയർന്ന സ്ഥാനം. ഇന്ത്യയുടെ അതിവേഗം വളരുന്ന കാറ്റാടി മേഖലയിൽ ഗണ്യമായ വിപണി വിഹിതം പിടിച്ചെടുക്കാൻ കമ്പനിക്ക് നല്ല കഴിവുണ്ട്. നാഷണൽ ഇലക്ട്രിസിറ്റി പ്ലാൻ അനുസരിച്ച് അടുത്ത 8 വർഷത്തിനുള്ളിൽ ഇന്ത്യ 80 ജിഗാവാട്ട് കാറ്റ് കപ്പാസിറ്റി കൂട്ടിച്ചേർക്കാൻ ഒരുങ്ങുന്നു. ഇന്ത്യൻ സൗരോർജ്ജത്തിനെതിരായ മത്സരാധിഷ്ഠിത വിലയും ശരാശരി പവർ പർച്ചേസ് ചെലവിനേക്കാൾ വളരെ കുറവുള്ളതുമായ വൈദ്യുതിയുടെ ഏറ്റവും ചെലവ് കുറഞ്ഞ സ്രോതസ്സുകളിലൊന്നാണ് കാറ്റിൽ നിന്നുള്ള വൈദ്യുതി. വാണിജ്യ, വ്യാവസായികത്തിൽ നിന്ന് പുനരുപയോഗിക്കാവുന്ന ഊർജ്ജത്തിനായുള്ള വർദ്ധിച്ചുവരുന്ന ആവശ്യം
അതിന്റെ പാരിസ്ഥിതിക നേട്ടങ്ങളും ഗ്രിഡ് അധിഷ്ഠിത അല്ലെങ്കിൽ വ്യാപാര ശക്തിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അനുകൂലമായ വില വ്യത്യാസങ്ങളും ഈ മേഖലയുടെ വളർച്ചയെ കൂടുതൽ പിന്തുണയ്ക്കുന്നു. പ്രഡിക്ഷൻ. കൺക്ലൂഷൻ. ഐനോക്സ് ഇന്ത്യയുടെ പുനരുപയോഗ ഊർജ്ജ ലാൻഡ്സ്കേപ്പിലെ ഒരു പ്രധാന കമ്പനിയായി നിലകൊള്ളുന്നു. കാറ്റിൽ നിന്നുള്ള ഊർജ്ജ പരിഹാരങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഓഹരികൾ ചാഞ്ചാട്ടം കാണിക്കുന്നുണ്ടെങ്കിലും ഹരിത ഊർജ്ജ മേഖലയിലെ ദീർഘകാല സാധ്യതകൾ നോക്കുന്ന നിക്ഷേപകർക്ക് ഇത് ഒരു പ്രധാന പരിഗണനയാണ്. കമ്പനിയുടെ പുനരുപയോഗ തന്ത്രവും വിപുലീകരണ ശ്രമങ്ങളും വളർച്ചയോടുള്ള പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നു. വർഷാരംഭം മുതൽ കമ്പനിയുടെ ഓഹരികൾ ഏകദേശം 74% ഉയർന്നു. കഴിഞ്ഞ വർഷം ഈ ഓഹരിക്ക് 350%-ലധികം നേട്ടമുണ്ടായി. താങ്ക് യു.